തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ശേഷിക്കെ ജീവൻ മരണ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മുന്നണികൾ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഏത് വിധേനയും അധികാരം പിടിക്കുകയാണ് ലക്ഷ്യം. അതിനായി കൊണ്ടും കൊടുത്തും മുന്നേറാൻ മുന്നണികളെല്ലാം സജ്ജം. തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 2020 സമാനമായി ഇക്കുറിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മേൽക്കൈ നിലനിർത്താനാകുമെന്നാണ് LDF പ്രതീക്ഷ. ഇടത് സർക്കാരിന്റെ 9 വർഷക്കാലത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ഇക്കുറി ഇടത് കോട്ടകളെ വീഴ്ത്താമെന്നാണ് UDF കണക്കുകൂട്ടൽ. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലെത്തിക്കാനാണ് NDA ശ്രമം. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5 ഭരിക്കുന്നത് LDF ആണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകൾ LDF ഭരിക്കുന്നു. UDF ഭരണമുള്ളത് കണ്ണൂരിൽ മാത്രം. എന്നാൽ കോർപ്പറേഷനുകളിലെയും മൃഗീയാധിപത്യം മുനിസിപ്പാലിറ്റികളിൽ LDFിനില്ല. ആകെയുള്ള 87 നഗരസഭകളിൽ 44 നഗരസഭകൾ ഇടതിനൊപ്പമാണ്. UDF ഭരിക്കുന്നത് 41 നഗരസഭകളിൽ. പാലക്കാട്ടും പന്തളത്തും ഭരണം BJPക്കാണ്. ത്രിതല പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ ഇടതുപക്ഷം വൻ നേട്ടമുണ്ടാക്കി. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11ഇടത്തും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 113 ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF ആണ് ഭരിക്കുന്നത്. 3 ജില്ലാ പഞ്ചായത്തുകളിലാണ് UDF ഭരണത്തിലുള്ളത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 38 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് UDF ഭരണമുള്ളത്. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ 571 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ഇടത് മുന്നണിയാണ്. 351 പഞ്ചായത്തുകളിലാണ് UDF ഭരണമുള്ളത്. NDA ഭരണമുള്ളത് 12 പഞ്ചായത്തുകളിലും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നതാണ് മുന്നണികളുടെ ലക്ഷ്യം. യുവനിരയെയും പ്രമുഖരെയും ഉൾപ്പെടെ കളത്തിലിറക്കി ഭൂരിഭാഗം വാർഡുകളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ BJP അധ്യക്ഷനായി എത്തിയ ശേഷം രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ള ആദ്യ കടമ്പ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.